പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് USSുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ ശാസ്ത്രത്തിലെ 5ാമത്തെ ചാപ്റ്ററാണ്, നമ്മുടെ ഭൂമി എന്നുള്ള ചാപ്റ്റർ. അതിലുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ അധികം ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുക. ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ആദ്യ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നോക്കുക, നമ്മുടെ ഭൂമിയിലെ ഉള്ളറയിലെ ഏകദേശം ചൂട് എത്രയാണ്, എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അത് 5500 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് നമ്മുടെ ഭൂമിയുടെ ഉൾഭാഗത്തുള്ളത്. അതേപോലെ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഓരോ ലെയേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏറ്റവും പുറമേയുള്ള നിർമ്മിതമായ ഭാഗമാണ് ഭൂവൽക്കം. ഓക്കെ, ഭൂവൽക്കം. അടുത്ത ചോദ്യം, ഭൂവൽക്കവും അതേപോലെ മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ പറയുന്നത്. മാന്റലിൻ, ഇത് സ്പെല്ലിംഗ് തെറ്റാണ്. മാന്റലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ പറയുന്ന പേര്, ഉത്തരം ശിലാമണ്ഡലം. ഓർത്തു വയ്ക്കുക, എന്താണ് ശിലാമണ്ഡലം. ഇനി വൻകര ഭൂവൽക്കത്തിന് ശരാശരി എത്ര കിലോമീറ്റർ വരെ കനമുണ്ട്? വൻകര, ഓക്കെ, ഭൂവൽക്കത്തിന് ശരാശരി എത്ര കിലോമീറ്റർ വരെ കനമുണ്ട്? മനസ്സിലായോ? ഓർത്തു വയ്ക്കുക, ചോദ്യത്തിന്റെ ഉത്തരം 30 കിലോമീറ്റർ. വൻകര ഭൂവൽക്കത്തിന് ശരാശരി 30 കിലോമീറ്റർ കനമുണ്ട്. ദെൻ അതേപോലെ ഭൂവൽക്കത്തിന് താഴെ ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗത്തെ പറയുന്ന പേരെന്താണ്? ഭൂവൽക്കത്തിന് താഴെ ഏകദേശം 2900 കിലോമീറ്റർ, ആ ഭാഗത്തിനെ പറയുന്ന പേരാണ് മാന്റിൽ. ഓക്കെ, ദെൻ ഭൂമിയുടെ ഉള്ളറയിൽ നിഫെ, NIFA എന്നറിയപ്പെടുന്ന പാളി ഏതാണ്? ഓർത്ത് വയ്ക്കുക, അത് കാമ്പാണ് കേട്ടോ, കാമ്പാണ്. നിഫെ എന്നറിയപ്പെടുന്നത്, നിഫ എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. ദെൻ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഏകദേശം 78 എന്നൊക്കെ പറയാം, 78% നൈട്രജൻ ആണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ളത്. ഓക്കെ, ദെൻ അടുത്തത്, സൂര്യതാപമേറ്റ് ഭൗമ ഉപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയ. അതായത് നമുക്കറിയാം, ജലം അല്ലേ, ജലം എന്താണ്, ദ്രാവക അവസ്ഥയിലാണുള്ളത്. ഈ ദ്രാവക അവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ജലം എന്തായി മാറുന്നു? യെസ്, വാതക അവസ്ഥയിലോട്ട് പോകുന്നു. എന്താണ്? വാതക അവസ്ഥയിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ വാതക അവസ്ഥയിലോട്ട് പോകുന്ന സമയത്ത് ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഉത്തരം ബാഷ്പീകരണം, ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്നാണ് പറയാം. ഓക്കെ അല്ലേ? ദെൻ നമ്മൾ നൈട്രജന്റെ അളവ് നമ്മൾ നോക്കി, എത്രയാണ്? ഏകദേശം 78%. അങ്ങനെയെങ്കിൽ വായുവിലെ ഓക്സിജന്റെ അളവ് ഏകദേശ അളവാണ് കേട്ടോ, 20.95. ഇനി ഭൗമ ഉപരിതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളിയെ പറയുന്ന പേര് എന്താണ്? ഓർത്തു വയ്ക്കുക, ഉത്തരം ട്രോപ്പോസ്ഫിയർ. ഭൗമ ഉപരിതലത്തിന് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി. അടുത്ത ചോദ്യം, ഏറ്റവും ഉയർന്ന താപനിലയുള്ള അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം തെർമോസ്ഫിയർ. ഏറ്റവും ഉയർന്ന താപനിലയുള്ള അന്തരീക്ഷത്തിലെ പാളിയാണ് തെർമോസ്ഫിയർ. ദെൻ അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പ് എന്നറിയപ്പെടുന്ന അതിർത്തി രേഖ ഏതാണ്? അന്തരീക്ഷവും അതേപോലെ ബഹിരാകാശവും, അതിൻ്റെ അന്തരീക്ഷത്തിലുള്ള ഒരു വരമ്പായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും അത് പറയുന്നത്, ആ രേഖയെ പറയുന്ന പേരാണ് കാർബൺ രേഖ. ഓർത്തു വയ്ക്കുക, എന്താണ്? കാർബൺ രേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ്? ഉത്തരം കാർബൺ രേഖ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാലോ. അടുത്ത ചോദ്യം, ഭൂമിയുടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ താപനില നിലനിർത്തുന്ന വാതകം ഏതാണ്? അത്യാവശ്യമായ, അല്ലെങ്കിൽ തണുത്തുറങ്ങി നമ്മൾ പോവും അല്ലെ, ചത്തുപോകും. അപ്പോൾ ജീവജാലങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ നിലനിൽപ്പിന് ആവശ്യമായ താപനില നിലനിർത്തുന്ന വാതകമാണ്, ഓർത്തു വയ്ക്കുക, കാർബൺ ഡയോക്സൈഡ്. എന്താണ്? കാർബൺ ഡയോക്സൈഡ്. ദെൻ 11, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ പാളി, ഉത്തരം ഓർത്തു വയ്ക്കുക, ട്രോപ്പോസ്ഫിയർ.
പി എച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ശുദ്ധജലത്തിന്റെ പി എച്ച് എത്രയാണ്? സൂപ്പർ, 7. എന്താണ്? ശുദ്ധജലത്തിന്റെ പി എച്ച് 7 കൂടിയാലും കുറഞ്ഞാലും എന്താണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ അന്തരീക്ഷത്തിൽ ഏറ്റവും താപം കുറഞ്ഞ പാളി ഏതാണ്? താപം കൂടിയ പാളി നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി താപം കുറഞ്ഞ പാളി ഏതാ നോക്കാലോ. ഉത്തരം മെസോസ്ഫിയർ. ഓർത്ത് വെക്കുക, എന്താണ്? മെസോസ്ഫിയർ. ദെൻ അടുത്ത ചോദ്യം, അന്തരീക്ഷ മർദ്ദം അല്ലേ, പ്രഷർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഉത്തരം തന്നെയാണ്. എന്താണ്? ബാരോമീറ്റർ. ഓക്കെ, എന്താണ്? ബാരോമീറ്റർ. 22 നോക്കാട്ടോ. ഇവിടെ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്താതെ തടഞ്ഞു നിർത്തുന്ന വാതകം ഏത്? ആരാണത്? നമ്മുടെ ഓസോൺ, O3 എന്നറിയപ്പെടുന്ന ഓസോൺ പാളി. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഏകദേശം എത്രയാണ് എന്നാണ് ചോദ്യം. ഓർത്ത് വയ്ക്കുക, 0.038% അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് നമ്മൾ പറഞ്ഞു, നൈട്രജന്റെ അളവ് പറഞ്ഞു, അതേപോലെ നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് പറഞ്ഞു. ഓക്കെ, അപ്പം ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു പോയി. മക്കൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് ബുക്കിലേക്ക് കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുമായി ബന്ധപ്പെട്ട USSുമായി ബന്ധപ്പെട്ട നിരവധിയായ വീഡിയോകൾ നമ്മൾ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് ചാനലിൽ കാണാം. ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക് യു സോ മച്ച്.